ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ട് കേട്ടോ വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, എൻ്റെ സർജറി കഴിഞ്ഞിട്ട് 10 ദിവസമായിട്ട് ഡോക്ടറെ കാണിക്കാൻ പോകണം. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ രാവിലെ തന്നെ ഒരു 8:30 ആയ സമയത്ത് തന്നെ നമ്മൾ വേഗം എന്ത് ചെയ്യാൻ തുടങ്ങി, മാറ്റി പിടിക്കാനൊക്കെ തുടങ്ങിയിട്ടോ. അപ്പോഴാണ് ഗ്യാസുകാരൻ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ ഗ്യാസുകാരനൊക്കെ ഇത്ര നേരത്തെ വരുമെന്ന്. അപ്പോൾ ഈ സമയത്തൊന്നും എനിക്ക് നടക്കാൻ പറ്റൂല, എന്നാലും ഞാൻ നടക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പിന്നെ കൂടെ വാക്കറും ഉണ്ട്. ഞാൻ ഈ വീഡിയോ ഇപ്പോഴാണ് ഇടുന്നതെങ്കിലും സംഭവം നടന്നത് നോമ്പ് ഫസ്റ്റിലൊക്കെയാണ് കേട്ടോ. അപ്പം കാണിക്കാൻ പോകുമ്പോൾ എൻ്റെ കാലിൽ സ്റ്റിച്ച് ഏകദേശം 10 ദിവസത്തിൻ്റെ ആ ഉണക്കമൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും സ്റ്റിച്ച് എടുക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല. ഈ വീഡിയോ പെടാൻ കാരണം തന്നെ ഞാൻ സർജറി കഴിഞ്ഞിട്ട് ഒരു അപ്ഡേഷനും എൻ്റെ യൂട്യൂബിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ മസ്റ്റായിട്ട് തന്നെ ഇവിടെ ഇടുന്നത്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ ഇങ്ങനെ ഈ വാക്കറിൽ നടന്നതൊക്കെ നമുക്ക് എടുത്ത് നോക്കി കാണാമല്ലോ. പക്ഷേ ഇപ്പം കംപ്ലീറ്റ് ഞാൻ ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ മുമ്പേ വിചാരിച്ചിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പൊക്കെ പോകണമെന്ന്. പക്ഷേ ഇപ്പം ഞാൻ ഇതും കഴിഞ്ഞ് ട്രിപ്പും പോയി കഴിഞ്ഞ് ആണ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. പിന്നെ മോളൊക്കെ കൂട്ടിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. ഉമ്മയും ഹസ്ബൻഡും മോളും. ബാക്കി 2 കുട്ടികൾ അനിയത്തിൻ്റെ അടുത്തുണ്ട്, അവരെ വീട്ടിൽ നിന്നോളും. പിന്നെ എല്ലാവരെയും കൂട്ടി പോകാൻ ഇത് കല്യാണമൊന്നുമല്ലല്ലോ. അങ്ങനെ പോകുന്ന വഴിക്ക് ഫുൾ റോഡ് പണിയാണ്. പിന്നെ അത്ര തിരക്കൊന്നുമില്ല, രാവിലെ തന്നെ ആയതുകൊണ്ട് തിരക്കില്ല. അതുകൊണ്ട് സുഖമായിട്ട് പോയി. ചില സമയത്തൊക്കെ നമ്മൾ റോഡിൽ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ട്രാഫിക് ഭയങ്കരമായിട്ട് ചില നേരം വിചാരിക്കും കാറെടുത്ത് പോകേണ്ടില്ലായിരുന്നു എന്ന്. ബൈക്കുമ്പോൾ പോയിട്ടുണ്ടെങ്കിൽ വേഗം പോയി വരാമല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഈ സമയത്ത് എന്തായാലും ബൈക്കിലൊന്നും പോകാൻ കഴിയില്ലല്ലോ, കാരണം കാലിങ്ങനെയല്ലേ. പിന്നെ ഹോസ്പിറ്റലിലേക്കും അല്ലേ പോകുന്നത്. പിന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ട്രോളി ആയിട്ട് വരും കേട്ടോ. അതിൽ കയറിയിട്ട് വേണം പോകാൻ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം. പക്ഷേ വേറെ നിവൃത്തിയില്ല. അങ്ങനെ ഡോക്ടറെ അടുത്തെത്തി. കാലിലെ പ്ലാസ്റ്ററൊക്കെ സിസ്റ്റർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ഉണക്കം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പിന്നെ വീണ്ടും ഡ്രസ്സിങ്ങൊക്കെ ചെയ്ത് തിരിച്ച് വീട്ടിൽ വേഗം എത്തിയിട്ടോ. കാരണം നോമ്പായതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നേരത്തെ പോയാൽ നേരത്തെ വരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വേഗം പോയത് തന്നെ. അങ്ങനെ 2 പേര്, എൻ്റെ മോനും അനിയത്തിൻ്റെ മോനും, അവർ നോമ്പും പിടിച്ചിട്ട് ഫുട്ബോൾ കളിക്കുക. ഞാൻ എപ്പോഴും വഴക്ക് പറയും കേട്ടോ. കാരണം അവർ നോമ്പ് പിടിച്ച് ക്ഷീണിച്ച് കഴിഞ്ഞാൽ അവർക്ക് വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസി വരും. അപ്പോൾ ഈ ഫുട്ബോൾ കളിക്കുമ്പോൾ ഞാൻ എപ്പോഴും വഴക്ക് പറയും. അങ്ങനെ ഞാൻ അവിടെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് 2 ചീത്തയൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറ്റി. പിന്നെ ഏകദേശം ഉമ്മ കിച്ചണിൽ ഉമ്മൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉമ്മ എല്ലാ ഫുഡും ഉണ്ടാക്കും. അപ്പം എനിക്കൊരു ഡിഷ് ഉണ്ടാക്കണം. അത് ഞാൻ പറയും, എനിക്ക് എൻ്റെ കാല് വയ്യെങ്കിലും അതെനിക്കൊരു ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഉണ്ടാക്കുമെന്ന് പറയും. അപ്പോൾ എന്നെ കുറേ വഴക്ക് പറയും, ഈ കാലും വെച്ച് അടുക്കളയിലേക്ക് വരുന്നത് എന്തിനാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഒരു ഡിഷ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, കാല് പിടിച്ചിട്ട് ഞാൻ കിച്ചണിൽ എന്തെങ്കിലും തട്ടിക്കൂട്ടിട്ടോ. അങ്ങനെ പത്തിരി, കറി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പലഹാരങ്ങളൊക്കെ ഉമ്മ ഉണ്ടാക്കി. അപ്പം ഞാൻ ഇന്ന് ബീഫായിരുന്നു ഉള്ളത്. അപ്പം ബീഫ് എൻ്റെതായ രീതിയിൽ ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഉമ്മനോട് ഒക്കെ ഉമ്മ ക്ലീൻ ചെയ്ത് ഒക്കെ ഇതാക്കി തന്നിട്ടോ, അരിഞ്ഞൊക്കെ തന്ന്. എനിക്ക് കുക്ക് ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ചട്ടിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, പൊടികളിടുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, അങ്ങനെയുള്ള എല്ലാ പൊടികളും, പിന്നെ പെരിഞ്ജീരകം, കുരുമുളക്, ഈ പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു പച്ച സ്മെല്ല് പോയി കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും, പ്രത്യേകിച്ച് ബീഫും കൂടി. ഈ ബീഫ് കുറുങ്ങനെ വെച്ചാലുണ്ടല്ലോ അപാര ടേസ്റ്റാണ്. ഒരു തവണ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും കേട്ടോ, അത് ഉറപ്പാണ്. അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് അതിലേക്ക് വെള്ളിയുള്ളി അരിഞ്ഞതിട്ട്, അധികം വേണ്ട, കുറച്ച് ബീഫിൽ നമ്മൾ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ വാട്ടുന്നതിലേക്ക് അധികം വേണ്ട. പിന്നെ ഇതിൽ ഞാൻ മാഗീൻ്റെ ക്യൂബ് ഒരു പീസ് ഞാൻ ഇടുന്നുണ്ട്. അതൊരു ചെറിയൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ തക്കാളി, ഈ ഉള്ളി നല്ല വഴറ്റിയതിൻ്റെ ശേഷമാണ് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. തക്കാളി നന്നായിട്ട് കുക്കായതിൻ്റെ ശേഷം ഈ പൊടികൾ ചേർത്ത് കൊടുക്കുക. അങ്ങനെ കുറച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച ബീഫ് അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം നന്നായിട്ട് തിളയ്ക്കാൻ മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കരിവേപ്പിലയും ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിക്കാം.
അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഇന്നത്തെ ബീഫ് റെസിപ്പി. ഈ സമയത്ത് നല്ല ഉറക്കമാണ് കേട്ടോ മോള്. അതുകൊണ്ട് തന്നെ കുറച്ച് സമാധാനത്തിൽ കുക്ക് ചെയ്യാൻ കഴിഞ്ഞ്. ഈ കാലിലെ കമ്പി ഇട്ട സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. കമ്പി ഇട്ടതിനും കൊണ്ടല്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ, എണീക്കാൻ പറ്റാതെ, ഒന്നും ചെയ്യാൻ കഴിയാത്ത എനിക്ക് ഇതും ഞാൻ ആലോചിച്ച് കരയായിരുന്നു. പക്ഷേ അതേ സ്ഥിതി വീണ്ടും വരുമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് പേടിയുണ്ടെങ്കിൽ കൂടിയും അതൊക്കെ ഈ സമയത്ത് തരണം ചെയ്തു പോയിട്ട്. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.